ശാന്തമായൊരു ശീതകാല രാത്രി. മുഴുവൻ ലോകവും മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്നൊരു സമയം. വീടുകളുടെ മേൽക്കൂരകളിൽ വെളുത്ത മഞ്ഞ്, തെരുവുകളിൽ മഞ്ഞുതൂവലുകൾ, ആകാശത്ത് മിന്നുന്ന നക്ഷത്രങ്ങൾ. ചെറിയ കുട്ടികൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ചോദ്യമാണ് മുഴങ്ങുന്നത്: ഇന്ന് രാത്രി സാന്ത വരുമോ? ജനാലയ്ക്കരികിൽ വെച്ച ചെരുപ്പ്, ക്രിസ്മസ് ട്രീയുടെ അടിയിൽ വെച്ച ചെറിയ കത്ത്, കണ്ണടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും ആ പ്രതീക്ഷ. ആരാണ് ഈ സാന്താക്ലോസ്? ചുവന്ന വസ്ത്രം ധരിച്ച, വെളുത്ത താടിയുള്ള, ചിരിയോടെ ഹോ 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 എന്ന് വിളിക്കുന്ന ഒരു വയോധികനോ? അതോ കാലങ്ങളായി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥയോ, അല്ലെങ്കിൽ ഒരു വിശ്വാസമോ? കാലം മാറി, രാജ്യങ്ങൾ മാറി, ഭാഷകൾ മാറി, എന്നാൽ ഒരു കാര്യം മാത്രം മാറിയില്ല: കുട്ടികളുടെ പ്രതീക്ഷ. അവർ വിശ്വസിച്ചു നിശബ്ദമായ രാത്രിയിൽ ആകാശത്തൊരു സ്ലൈഡ് പറക്കുമെന്ന്, 8 റെയിൻഡിയർ മഞ്ഞിനിടയിലൂടെ പറന്ന് ലോകം ചുറ്റി സമ്മാനങ്ങൾ എത്തിക്കുമെന്ന്. പക്ഷേ സാന്താക്ലോസിന്റെ കഥ ക്രിസ്മസിന്റെ ചുവന്ന നിറത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് ദുഃഖവും നഷ്ടവും കരുണയും നിശബ്ദമായ ദാനവും ചേർന്നൊരു മനുഷ്യന്റെ കഥയാണ്. ഒരു കുഞ്ഞ്, ചെറുപ്പത്തിൽ തന്നെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട, എന്നിട്ടും സ്വന്തം വേദനയെ മറ്റുള്ളവരുടെ സന്തോഷമായി മാറ്റിയ നിക്കോളാസ്. ഇത് നമ്മൾ കേൾക്കാൻ പോകുന്നത് കുട്ടികൾക്കുള്ളൊരു കഥയല്ല, ഇത് മനുഷ്യനാകുന്നതിന്റെ കഥയാണ്. സ്വാർത്ഥതയില്ലാതെ, സഹായിക്കുന്നതിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കാതെ, സ്നേഹിക്കുന്നതിന്റെ ഇരുട്ടിൽ ഒരു ചെറിയ വെളിച്ചമാകുന്നതിന്റെ കഥ. അപ്പോൾ ഈ കഥ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു ചോദ്യം: നിങ്ങൾ ഒരിക്കലെങ്കിലും ആരും അറിയാതെ ഒരാളെ സഹായിച്ചിട്ടുണ്ടോ? ഒരാളുടെ കണ്ണിലെ ദുഃഖം നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ കഥ നിങ്ങൾക്കുള്ളതാണ്. ഇനി കാലം പിന്നോട്ട് തിരിക്കാം. മഞ്ഞുമൂടിയ നോർത്ത് പോളിലേക്കല്ല, ക്രിസ്തുവർഷം 280 ഒരു ചെറിയ പട്ടണത്തിലേക്ക്, പത്താര. അവിടെയാണ് സാന്താക്ലോസിന്റെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. ഒരു ശീതകാല രാത്രിയിൽ വെളുത്ത മഞ്ഞ് പതിഞ്ഞു കിടക്കുന്ന ഒരു ഗ്രാമത്തിൽ ചെറിയൊരു കുട്ടി ആകാശത്തേക്ക് നോക്കി ചോദിച്ചു: സാന്താക്ലോസ് ശരിക്കുമുണ്ടോ? ഈ ചോദ്യം ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള കുട്ടികൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലർക്കതൊരു കഥയാണ്, ചിലർക്കത് വിശ്വാസം, പക്ഷേ ചിലർക്കത് പ്രതീക്ഷയുടെ രൂപമാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കഥയല്ല, ചരിത്രവും ഇതിഹാസവും മായയും സ്നേഹവും ചേർന്ന സാന്താക്ലോസിന്റെ പൂർണ്ണ കഥയാണ്. ക്രിസ്തുവർഷം 280. ഇന്നത്തെ ടർക്കിയിൽ മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്തോട് ചേർന്ന് പത്താര എന്നൊരു ചെറിയ ശാന്തമായ പട്ടണം. സൂര്യപ്രകാശം നിറഞ്ഞ തെരുവുകൾ, കല്ലുകൾ കൊണ്ട് പണിത വീടുകൾ, വ്യാപാരികളുടെ ശബ്ദങ്ങൾ, കടലിൽ നിന്ന് വരുന്ന കാറ്റ്. അവിടെയാണ് ഒരു സമ്പന്ന കുടുംബത്തിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചത്. അവന്റെ പേര് നിക്കോളാസ്. നിക്കോളാസിന്റെ മാതാപിതാക്കൾ സമ്പത്തുള്ളവരായിരുന്നു, പക്ഷേ അതിലും വലുതായിരുന്നു അവരുടെ ഹൃദയം. ദൈവഭക്തി, ദാനശീലം, ദയ, ഇവയെല്ലാം നിക്കോളാസ് ചെറുപ്പത്തിൽ തന്നെ കണ്ടുവളർന്നു. അവന്റെ വീട് പട്ടണത്തിലെ ദരിദ്രർക്കുള്ള തുറന്ന വാതിലായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ നിക്കോളാസ് മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. മറ്റുള്ളവർ കളിക്കുമ്പോൾ അവൻ ശ്രദ്ധിച്ചത് തെരുവുകളിൽ വിശപ്പോടെ ഇരിക്കുന്നവരെ, കഷ്ടപ്പെടുന്ന വയോധികരെ, കരയുന്ന കുട്ടികളെ. അവന്റെ കണ്ണുകളിൽ ഒരു ചോദ്യം എപ്പോഴും ഉണ്ടായിരുന്നു: എനിക്ക് ഇവർക്കായി എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? പക്ഷേ വിധി അവന്റെ ജീവിതം പെട്ടെന്ന് മാറ്റി. ഒരു ഭീകരമായ മഹാമാരി പട്ടണത്തിലൂടെ മരണത്തിന് മേൽ കടന്നുപോയപ്പോൾ നിക്കോളാസിന്റെ മാതാപിതാക്കളെയും അത് കൊണ്ടുപോയി. ചെറിയ നിക്കോളാസ് അച്ഛനും അമ്മയുമില്ലാതെ ഒറ്റയ്ക്കായി. ആ നിശബ്ദമായ രാത്രികളിൽ അവൻ ജനാലക്കരിയിലിരുന്ന് ആകാശത്തേക്ക് നോക്കുമായിരുന്നു. കണ്ണുകളിൽ കണ്ണുനീർ. ചോദ്യം ഒന്നു മാത്രം: ദൈവമേ, ഇനി ഞാൻ എന്തു ചെയ്യും? പക്ഷേ നിക്കോളാസ് തകർന്നില്ല. അവന്റെ മാതാപിതാക്കൾ അവനെ വിട്ടുപോയെങ്കിലും അവരുടെ മൂല്യങ്ങൾ അവന്റെ ഹൃദയത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നു. അവന്റെ കൈവശമുണ്ടായിരുന്നത് വലിയ സമ്പത്തായിരുന്നു, പക്ഷേ അവൻ തീരുമാനിച്ചു: ഈ സമ്പത്ത് എന്റേതല്ല, ഇത് മറ്റുള്ളവർക്കുള്ളതാണ്. കാലം കഴിഞ്ഞപ്പോൾ നിക്കോളാസ് വളർന്നെങ്കിലും അവന്റെ ഹൃദയം കുട്ടിയുടേതായിരുന്നു. ദയയും കരുണയും നിശബ്ദമായ സ്നേഹവും നിറഞ്ഞ ഒരു ഹൃദയം. അവൻ ഒരിക്കലും സ്വന്തം നന്മയെ പ്രകീർത്തിച്ചില്ല. അവൻ വിശ്വസിച്ചു, സഹായം രഹസ്യമായിരിക്കണം. ഇതാണ് ഒരു മനുഷ്യന്റെ കഥയുടെ തുടക്കം. പിന്നീട് ലോകം സാന്താക്ലോസ് എന്ന് വിളിച്ച ഒരു ആശയത്തിന്റെ ആദ്യപടി. പത്താര നഗരം. രാത്രി ഏറെ കഴിഞ്ഞിരുന്നു. തെരുവുകളിൽ വിളക്കുകൾ മങ്ങിത്തുടങ്ങി, വാതിലുകൾ അടഞ്ഞു, ജനങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പക്ഷേ ആ നിശബ്ദതയ്ക്കുള്ളിൽ
ഒരു വീടിനുള്ളിൽ ദുഃഖത്തിന്റെ ശബ്ദമുണ്ടായിരുന്നു. ഒരു ദരിദ്രനായ അച്ഛൻ, 3 പെൺമക്കൾ, അവരുടെ മുഖങ്ങളിൽ ഭാവിയെക്കുറിച്ചുള്ള ഭയം. ആ കാലത്ത് ഒരു പെൺകുട്ടിക്ക് വിവാഹം നടക്കണമെങ്കിൽ അച്ഛന് കൊടുക്കേണ്ടത് ധനമായിരുന്നു. പക്ഷേ ഈ അച്ഛന്റെ കയ്യിൽ അത് ഒന്നുമില്ലായിരുന്നു. അവൻ രാത്രികളിൽ ഉറങ്ങാതെ ഇരിക്കുമായിരുന്നു. ഭിത്തിയോട് ചേർന്ന് തല ചായ്ച്ച് കണ്ണീർ വീഴ്ത്തി ഒരൊറ്റ ചോദ്യം: എന്റെ മക്കളെ ഞാൻ എങ്ങനെ രക്ഷിക്കും? നഗരത്തിലെ ചിലർ അവനെ തെറ്റായ വഴികൾക്ക് ഉപദേശിച്ചു. പക്ഷേ അത് ചിന്തിക്കുമ്പോൾ പോലും അവന്റെ ഹൃദയം പിളർന്നുപോയി. അന്നൊരു രാത്രി ആകാശത്ത് മേഘങ്ങൾ മൂടി, ചന്ദ്രപ്രകാശം മങ്ങിപ്പോയി. അപ്പോൾ ഒരു നിഴൽ നിശബ്ദമായി ആ വീട്ടിനരികിലേക്ക് വന്നു. അത് നിക്കോളാസ് ആയിരുന്നു. അവന്റെ കയ്യിൽ ഒരു ചെറിയ തുണിക്കെട്ട്, അതിന്റെ ഉള്ളിൽ 3 പൊൻനാണയങ്ങൾ. അവൻ ആ വീട്ടിലേക്ക് നോക്കി. പിന്നെ ഒച്ചയുണ്ടാക്കാതെ, വിളിക്കാതെ ജനാലയിലൂടെ അത് അകത്തേക്ക് എറിഞ്ഞു. ഒരു ചെറിയ ശബ്ദം, ടിങ്. അച്ഛൻ ഉണർന്നു. നിലത്ത് മിനുങ്ങുന്ന പൊന്നുനാണയങ്ങൾ. അവന്റെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിയാതെ തുറന്നു. അവന്റെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. അടുത്ത ദിവസം നഗരമൊട്ടാകെ അടക്കം പറഞ്ഞു. ഒരു അത്ഭുതം സംഭവിച്ചു. പക്ഷെ ആർക്കും അറിയില്ല ആരാണ് ചെയ്തത് എന്ന്. 2ാം രാത്രി വീണ്ടും അതുതന്നെ. നിശബ്ദത, നിഴൽ, ജനാല, പൊന്നാണയങ്ങൾ. ഇപ്പോൾ 2ാം മകളുടെയും ഭാവി രക്ഷപ്പെട്ടു. പക്ഷേ അച്ഛന് സംശയം തോന്നി. ഇത് ദൈവദൂതനോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ? 3ാം രാത്രി അവൻ ഉറങ്ങാതെ കാത്തിരുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കാറ്റുവീശി. അപ്പോൾ വീണ്ടും ആ നിഴൽ. ജനാലക്കരികിലെത്തിയപ്പോൾ അച്ഛൻ പുറത്തു വന്നു. നിൽക്കൂ! നിക്കോളാസ് ഞെട്ടി. അവൻ തല താഴ്ത്തി പറഞ്ഞു: ദയവായി ആരോടും പറയരുത്. നിങ്ങൾ ദൈവത്തോട് നന്ദി പറയൂ, എന്നോടല്ല പറയേണ്ടത്. അച്ഛൻ അവന്റെ കാൽ പിടിച്ചു. നീ ആരാണ്? അവന്റെ ഉത്തരം ലളിതമായിരുന്നു: ഒരു മനുഷ്യൻ, സഹായിക്കേണ്ട ഒരാൾ. അന്നാണ് നിക്കോളാസ് ഒരു തീരുമാനമെടുത്തത്. നന്മ ശബ്ദമില്ലാതെ ചെയ്യണം. ഈ രാത്രിയാണ് ലോകചരിത്രത്തിൽ ഒരു പുതിയ ആശയം ജനിച്ചത്. രഹസ്യമായി നൽകുന്ന സമ്മാനം, പ്രതിഫലം പ്രതീക്ഷിക്കാത്ത ദാനം, രാത്രിയിൽ വരുന്ന സന്തോഷം. ഇതാണ് പിന്നീട് കുട്ടികൾ ഉറങ്ങുമ്പോൾ സാന്താ വരുന്ന ആശയത്തിന്റെ തുടക്കം. കാലം മുന്നോട്ട് നീങ്ങി. പത്താരയുടെ തെരുവുകളിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരുന്ന ഒരു കാര്യം: നിക്കോളാസ് വ്യത്യസ്തനാണ്. അവൻ സംസാരത്തിൽ വലിയ വാക്കുകൾ ഉപയോഗിച്ചില്ല, പ്രാർത്ഥനയിൽ പ്രകടനമുണ്ടാക്കിയില്ല. പക്ഷേ അവൻ ചെയ്ത ഓരോ പ്രവൃത്തിയും മനുഷ്യരുടെ ഹൃദയത്തിൽ നിശബ്ദമായി പതിഞ്ഞു. നിക്കോളാസ് ദൈവസേവനത്തിലേക്ക് മുഴുവനായി വഴങ്ങി. അവൻ പുരോഹിതനായി. പക്ഷേ അവന്റെ പള്ളി കല്ലുകൊണ്ടുള്ള കെട്ടിടം മാത്രമായിരുന്നില്ല. വേദനയുള്ളിടത്താണ് അവന്റെ പള്ളി. കാലം കഴിഞ്ഞപ്പോൾ മൈറ എന്ന നഗരത്തിന് ഒരു പുതിയ ബിഷപ്പ് വേണ്ടിവന്നു. പലരും ആ സ്ഥാനത്തിനായി ആഗ്രഹിച്ചു. എന്നാൽ പുരോഹിതന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു അശരീരി ഉണ്ടായി എന്നാണ് വിശ്വാസം. ആദ്യമായി പള്ളിയിൽ പ്രവേശിക്കുന്നവനെയാണ് ബിഷപ്പാക്കുക. അടുത്ത ദിവസം രാവിലെ ആദ്യമായി പള്ളിയുടെ വാതിൽ തുറന്നത് നിക്കോളാസ് ആയിരുന്നു. അങ്ങനെ അവൻ മൈറായുടെ ബിഷപ്പായി. പദവിയല്ല അവനെ മാറ്റിയത്, ഉത്തരവാദിത്വമാണ്. കടം കൊണ്ടവരെ രക്ഷിക്കുക, അനാഥർക്ക് ആശ്രയം, രോഗികൾക്ക് ആശ്വാസം. ഒരു ദിവസം കടലിൽ ഭീകരമായ കൊടുങ്കാറ്റ്. കപ്പൽ മറിഞ്ഞു പോകാൻ തുടങ്ങുന്നു. നാവികർ ഭയത്തോടെ വിളിച്ചു: സെയിന്റ് നിക്കോളാസ്, ഞങ്ങളെ രക്ഷിക്കൂ. കാറ്റ് ശാന്തമായി, അലകൾ താഴ്ന്നു, കപ്പൽ രക്ഷപ്പെട്ടു. അന്നു മുതൽ നിക്കോളാസ് കടൽ യാത്രക്കാരുടെ രക്ഷകനായി. ഒരിക്കൽ ഒരു ദുഷ്ടൻ 3 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന് കഥകൾ പറയുന്നു. നിക്കോളാസ് പ്രാർത്ഥിച്ചു. കുട്ടികൾ സുരക്ഷിതരായി മടങ്ങി വന്നു. അങ്ങനെ അവൻ കുട്ടികളെ രക്ഷകനായി. പക്ഷേ നിക്കോളാസ് ഒരിക്കലും തന്നെ വിശുദ്ധനായി കണ്ടില്ല. അവൻ പറഞ്ഞു, എല്ലാം ദൈവത്തിന്റെ കൃപയാണ്. വർഷങ്ങൾ കഴിഞ്ഞു. വയസ്സ് കൂടിയപ്പോൾ അവന്റെ ശരീരം ക്ഷീണിച്ചു. പക്ഷേ ഹൃദയം ഇനിയും ശക്തമായിരുന്നു. ഒരു ശാന്തമായ ദിവസത്തിൽ നിക്കോളാസ് ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ അവന്റെ മരണം ഒരു അവസാനമായിരുന്നില്ല. അവന്റെ കബറിടത്തിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി, പ്രാർത്ഥിച്ചു. അവിടെയും അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് വിശ്വാസം. ലോകം അവനെ വിളിച്ചു
സെയിന്റ് നിക്കോളാസ്. ഇതോടെയാണ് ഒരു മനുഷ്യൻ ഒരു വിശ്വാസമായി മാറുന്നത്. നിക്കോളാസ് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞെങ്കിലും അവന്റെ കഥ അവിടെ അവസാനിച്ചില്ല. അത് യാത്ര തുടങ്ങി. കടലുകൾ കടന്ന്, പർവ്വതങ്ങൾ താണ്ടി, രാജ്യങ്ങൾ പിന്നിട്ട് യൂറോപ്പിന്റെ ഹൃദയത്തിലേക്ക്. കാലം മധ്യയുഗത്തിലേക്ക് നീങ്ങി. അച്ചടിയില്ലാത്ത കാലം. കഥകൾ വായ്മൊഴിയായി ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക് പകർന്നു. അമ്മമാർ മക്കളോട് പറഞ്ഞു, നാവികർ കടലിൽ പറഞ്ഞു, യാത്രക്കാർ പാതയിൽ പറഞ്ഞു. സെയിന്റ് നിക്കോളാസ് നമ്മെ കാത്തുരക്ഷിക്കും. നെതർലാൻഡ്സിൽ സെയിന്റ് നിക്കോളാസ് പുതിയ പേരിലാണ് അറിയപ്പെട്ടത്, സിൻഡർക്ലാസ്. ഡിസംബർ 5 രാത്രി അവൻ എത്തുമെന്നാണ് നെതർലാൻഡ്സുകാരുടെ വിശ്വാസം. കുട്ടികൾ വീടിന് പുറത്ത് ചെരുപ്പുകൾ വയ്ക്കും. അതിനകത്ത് ഡിയറിന് കഴിക്കാനായി ക്യാരറ്റും, സിൻഡർക്ലാസിനായി ഒരു കത്തും, അതിലൊരു പ്രാർത്ഥനയും. രാത്രി കഴിഞ്ഞാൽ നല്ല കുട്ടികൾക്ക് സമ്മാനം, അച്ചടക്കമില്ലാത്ത കുട്ടികൾക്ക് ഒരു മുന്നറിയിപ്പ്. ഇവിടെ നിന്നാണ് നൈസ് ഓർ നോട്ടി എന്ന ആശയം വന്നത്. മധ്യയുഗത്തിലെ കഥകൾ എപ്പോഴും മൃദുവായിരുന്നില്ല. ചില രാജ്യങ്ങളിൽ സിൻഡർക്ലാസിനൊപ്പം ഭയപ്പെടുത്തുന്ന കഥാപാത്രങ്ങളും വന്നു. എന്നാൽ കുട്ടികൾക്കുള്ള പാഠം ഒന്നു മാത്രം: നന്മ ചെയ്യുക. ജർമ്മനിയിൽ അവൻ ഒരു സംരക്ഷകനായി. ഫ്രാൻസിൽ അവൻ ദരിദ്രരുടെ സുഹൃത്തായി മാറി. ഓരോ ദേശവും തങ്ങളുടെ സംസ്കാരമനുസരിച്ച് നിക്കോളാസിനെ മാറ്റി. എന്നാൽ ഒരു കാര്യം മാത്രം മാറിയില്ല: ദാനം, കരുണ, കുട്ടികൾ. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഡിസംബർ 6 സെയിന്റ് നിക്കോളാസ് ദിനമായി. പള്ളികളിൽ പ്രാർത്ഥന, വീടുകളിൽ സമ്മാനങ്ങൾ, കുട്ടികളുടെ ചിരി. എന്നാൽ കാലം മാറിയപ്പോൾ മതപരമായ കഥകൾ മാത്രമായി ഒതുങ്ങാതെ ഈ കഥ ജനകീയമായി മാറി. അവിടെ നിന്നാണ് ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത്. ഒരു വിശുദ്ധൻ ഒരു കഥാപാത്രമാകുന്നു. പിന്നീട് ഈ കഥ കടലുകൾ കടന്ന് പുതിയ ഭൂഖണ്ഡത്തിലേക്ക് യാത്ര ചെയ്തു. അവിടെ അവൻ പൂർണ്ണമായും മാറി. 1700കളിൽ പുതിയ ലോകം, അമേരിക്ക. യൂറോപ്പിൽ നിന്നും കപ്പലുകളിൽ കുടിയേറ്റക്കാർ എത്തി. അവരോടൊപ്പം വന്നത് ഭക്ഷണവും ഭാഷയും മാത്രമല്ല, കഥകളും വിശ്വാസങ്ങളും. നെതർലാൻഡ്സിൽ നിന്നും വന്ന ഡച്ച് കുടിയേറ്റക്കാർ തങ്ങളുടെ പ്രിയപ്പെട്ട സിൻഡർക്ലാസിനെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. ന്യൂ ആംസ്റ്റർഡാം, ഇന്നത്തെ ന്യൂയോർക്ക്. ഇവിടെ സിൻഡർക്ലാസ് എന്ന പേര് മാറ്റം പിടിച്ചു, സാന്താക്ലോസ്. 1823 ഒരു ചെറിയ കവിത അമേരിക്കൻ പത്രങ്ങളിൽ പ്രസിദ്ധമായി. പേര് എ വിസിറ്റ് ഫ്രം സെന്റ് നിക്കോളാസ്, അഥവാ ദ നൈറ്റ് ബിഫോർ ക്രിസ്തുമസ്. ഈ കവിത എല്ലാം മാറ്റിമറിച്ചു. ഈ കവിതയാണ് ലോകത്തോട് പറഞ്ഞത്: സാന്ത ചെറിയ ശരീരമുള്ളവനാണ്. അവൻ ചിരിച്ചുകൊണ്ടിരിക്കും. അവൻ രാത്രിയിൽ വരും. കുട്ടികൾ ഉറങ്ങുമ്പോൾ ചിമ്മിനിയിലൂടെ ഇറങ്ങും. 8 റെയിൻഡിയറുള്ള സ്ലൈഡിൽ പറക്കും. ഈ കവിതയിലാണ് ആദ്യമായി റെയിൻഡിയറുകളുടെ പേരുകൾ വന്നത്: ഡാഷർ, ഡാൻസർ, പ്രാൻസർ, വിക്സൻ, കോമറ്റ്, ക്യൂപിഡ്, ഡോണർ, ബ്ലീഡ്സൺ. ഇതോടെ സാന്ത കഥയല്ലാതെയായി, ഒരു ദൃശ്യമായി. 1860കളിൽ ഒരു കാർട്ടൂണിസ്റ്റ്, തോമസ് നാസ്റ്റ്, അവൻ വരച്ച ചിത്രങ്ങൾ സാന്തയെ നമ്മൾ ഇന്ന് കാണുന്ന പോലെ മാറ്റി. വലിയ വയർ, ചുവന്ന വസ്ത്രം, കറുത്ത ബെൽറ്റ്, വെളുത്ത താടി, ചിരിച്ച മുഖം. തോമസ് നാസ്റ്റ് സാന്തയ്ക്കൊരു വീട് കൊടുത്തു, നോർത്ത് പോൾ. അവിടെ എൽഫുകൾ സമ്മാനങ്ങൾ നിർമ്മിക്കുന്നു. കുട്ടികളുടെ പേരുകൾ ഒരു വലിയ പുസ്തകത്തിൽ, നൈസ് ഓർ നോട്ടി ലിസ്റ്റ്. പിന്നീട് വാണിജ്യം വന്നു, പരസ്യങ്ങൾ വന്നു. ചുവന്ന വസ്ത്രം ലോകമെമ്പാടും ഒരേ രൂപമായി. പക്ഷേ ഒരു കാര്യം മാത്രം മാറിയില്ല: സാന്തയുടെ ചിരി. അമേരിക്കയിൽ ജനിച്ച ഈ സാന്ത വീണ്ടും ലോകം മുഴുവൻ യാത്ര ചെയ്തു. ഇപ്പോൾ അവൻ എല്ലാവർക്കും പരിചിതൻ. ശീതകാലം, മഞ്ഞു കനത്തു വീഴുന്നൊരു രാത്രി. ലോകമുറങ്ങുമ്പോൾ ആകാശത്തൊരു ചലനം. ഒരു സ്ലൈഡ്, മഞ്ഞുമേഘങ്ങൾ കുത്തിപ്പിളർത്തി പറക്കുന്നു. എന്നാൽ ഈ യാത്ര ഒറ്റയ്ക്ക് സാധ്യമല്ല. സാന്തയുടെ ശക്തി റെയിൻഡിയറുകളാണ്. ആദ്യകാല കഥകളിൽ സാന്തയ്ക്ക് ഉണ്ടായിരുന്നു 8 റെയിൻഡിയർ. അവർ വെറും മൃഗങ്ങളായിരുന്നില്ല. ഓരോരുത്തർക്കും സ്വന്തമായ സ്വഭാവം. ഡാഷർ വേഗത, ഡാൻസർ ചലന സൗന്ദര്യം, പ്രാൻസർ സന്തോഷം, വിക്സൻ ബുദ്ധി, കോമറ്റ് ധൈര്യം, ക്യൂപിഡ് സ്നേഹം, ഡോണർ ശക്തി.
ബ്ലിറ്റ്സൺ ഇടിമിന്നൽ പോലെ വേഗം. ഇവർ ആകാശത്ത് ഒരു സംഘമായി സ്ലൈഡിനെ വലിച്ചു. എന്നാൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇരുണ്ട രാത്രികൾ, കനത്ത മഞ്ഞ്, വഴി കാണാനാവാത്ത ആകാശം. ഒരു ക്രിസ്മസ് രാവ് മഞ്ഞ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം കനത്തിരുന്നു. റെയിൻഡിയറുകൾ ഭയപ്പെട്ടു. ഇന്ന് യാത്ര സാധ്യമാകുമോ? സാന്ത ആകാശത്തേക്ക് നോക്കി. ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ പ്രതീക്ഷ ഈ രാത്രിയിലായിരുന്നു. അപ്പോൾ അവനെത്തി. കൂട്ടത്തിൽ നിന്നും അല്പം മാറി നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ റെയിൻഡിയർ. മറ്റുള്ളവർ അവനെ കളിയാക്കിയിരുന്നു. കാരണം അവന്റെ മൂക്ക് ചുവന്ന നിറത്തിൽ പ്രകാശിച്ചിരുന്നു. അവന്റെ പേര് റുഡോൾഫ്. മറ്റു റെയിൻഡിയറുകൾ അവനെ പരിഹസിച്ചു. ഇത് മൂക്കോ വിളക്കോ, നീ ഞങ്ങളോടൊപ്പം പറക്കില്ല. റുഡോൾഫ് ഒറ്റപ്പെട്ടു. എന്നാൽ അവന്റെ ഹൃദയത്തിൽ ഒരു കാര്യമുണ്ടായിരുന്നു: സാന്തയെ സഹായിക്കണം. വ്യത്യസ്തത ശക്തിയാകുന്ന നിമിഷം. സാന്ത റുഡോൾഫിന്റെ അടുത്തേക്ക് വന്നു. അവന്റെ മൂക്ക് ഇരുട്ടിൽ പ്രകാശിച്ചു. അപ്പോൾ സാന്ത പറഞ്ഞു, റുഡോൾഫ്, ഇന്ന് നീ മുന്നിൽ പറക്കും. റുഡോൾഫ് സ്ലൈഡിന്റെ മുന്നിൽ. ചുവന്ന പ്രകാശം മഞ്ഞിനിടയിൽ ഒരു വഴിവിളക്കായി. റെയിൻഡിയറുകൾ അവനെ പിന്തുടർന്നു. ആ രാത്രി ലോകത്തിലെ എല്ലാ വീടുകളിലും സമ്മാനങ്ങൾ എത്തി. കുട്ടികളുടെ ചിരി ആകാശത്തോളം ഉയർന്നു. അന്നു മുതൽ ആരും റുഡോൾഫിനെ പരിഹസിച്ചില്ല. അവൻ ഒരു നായകനായി. നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത് നിങ്ങളുടെ ദൗർബല്യമല്ല, അത് നിങ്ങളുടെ ശക്തിയാണ്. ഇതാണ് റുഡോൾഫ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം. റെയിൻഡിയറുകളും റുഡോൾഫും ഒന്നിച്ച് സാന്തയുടെ യാത്ര പൂർത്തിയാക്കി. ലോകത്തിന്റെ അറ്റത്ത് മഞ്ഞും മൈസും നിശബ്ദതയും മാത്രമുള്ള ഒരു സ്ഥലം. സൂര്യൻ പോലും ചില ദിവസങ്ങളിൽ കാണാനാകാത്ത നോർത്ത് പോൾ. നോർത്ത് പോൾ വെറും ഒരു ഭൂമിശാസ്ത്രപരമായ സ്ഥലം മാത്രമല്ല, അതൊരു മായാലോകം. മഞ്ഞുകൊണ്ട് പണിത കെട്ടിടങ്ങൾ, ഐസിൽ മിനുങ്ങുന്ന വഴികൾ, ആകാശത്ത് നൃത്തം ചെയ്യുന്ന ഒറോറ ലൈറ്റുകൾ. അവിടെയാണ് സാന്ത താമസിക്കുന്നത്. പക്ഷേ അവൻ ഒറ്റയ്ക്കല്ല. സാന്താക്ലോസിന്റെ കഥ പറയുമ്പോൾ പലരും ശ്രദ്ധിക്കുന്നത് ചുവന്ന വസ്ത്രവും റെയിൻഡിയറും സ്ലൈഡുമാണ്. എന്നാൽ ഈ അത്ഭുതത്തിന്റെ പിന്നിൽ നിശബ്ദമായി ജോലി ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. അവരാണ് എൽഫുകൾ. എൽഫുകൾ വെറും കഥാപാത്രങ്ങളല്ല, അവർ നോർത്ത് പോളിന്റെ ആത്മാവാണ്. ചെറിയ ശരീരം, വലിയ കണ്ണുകൾ, എപ്പോഴും ചിരിയോടെ. എന്നാൽ അവരുടെ ഹൃദയം സാന്തയുടേതിനേക്കാൾ വലിയതാണ്. പഴയ കഥകൾ പറയുന്നത് പോലെ ലോകത്ത് ആദ്യമായി സാന്ത ഒറ്റയ്ക്കായിരുന്നു. അവർ ദാനം ചെയ്തു, സഹായിച്ചു. എന്നാൽ ലോകം വലുതായി, കുട്ടികൾ കൂടി. അപ്പോൾ സാന്തയുടെ കരുണ ജീവരൂപം പ്രാപിച്ചു എന്നാണ് വിശ്വാസം. അതാണ് എൽഫുകൾ. എൽഫുകൾ കളിപ്പാട്ടം നിർമ്മിക്കുന്നവർ മാത്രമല്ല, ഓരോ എൽഫിനും ഒരു പ്രത്യേക കഴിവുണ്ട്. ചിലർ ഡിസൈനർമാർ, ചിലർ മെക്കാനിക്കൽ വിദഗ്ധർ, ചിലർ കുട്ടികളുടെ മനസ്സ് വായിക്കുന്നവർ, ചിലർ കത്തുകൾ വായിച്ച് തരംതിരിക്കുന്നവർ. ഓരോ സമ്മാനവും ഒരു കുട്ടിയുടെ സ്വപ്നം പോലെ തയ്യാറാക്കുന്നു. നോർത്ത് പോളിൽ ലക്ഷക്കണക്കിന് കത്തുകളെത്തും. ചിലത് സന്തോഷത്തോടെ, ചിലത് കണ്ണീരോടെ. എൽഫുകൾ ഓരോ കത്തും ശ്രദ്ധയോടെ വായിക്കും. അവർ ചോദിക്കും, ഈ കുട്ടിക്ക് സമ്മാനത്തേക്കാൾ സ്നേഹമല്ലേ വേണ്ടത്? എൽഫുകളുടെ ഏറ്റവും വലിയ ദൗത്യം സന്തോഷമുണ്ടാക്കുക എന്നതാണ്. അവർക്ക് പണം വേണ്ട, പേര് വേണ്ട. ഓരോ കുട്ടിയും സമ്മാനം തുറക്കുമ്പോൾ ചിരിച്ചു കണ്ടാൽ മതി. പലരും കരുതുന്നത് പോലെ എൽഫുകൾ കുഴപ്പക്കാർക്ക് ശിക്ഷ നൽകുന്നില്ല. അവർ നോട്ടമിടുന്നത് ഒരു കാര്യത്തിലേക്ക് മാത്രം: കുട്ടികളുടെ ശ്രമം. നന്നാകാൻ ശ്രമിക്കുന്നവർ എല്ലാവരും നല്ലവരാണ് എന്നാണ് എൽഫുകളുടെ വിശ്വാസം. എൽഫുകൾക്ക് അമ്മയെപ്പോലെ ഒരാളാണ് മിസ്സിസ് ക്ലോസ്. അവൾ എൽഫുകൾക്ക് ചൂടുള്ള ഭക്ഷണം നൽകും, ആശ്വാസം നൽകും. എൽഫുകൾ ക്ഷീണിച്ചാൽ അവൾ പറയും, ഇതൊരു ജോലിയല്ല, ഇതൊരു സേവനമാണ്. ക്രിസ്മസ് ഈവിന് മുൻപുള്ള രാത്രി. ആ രാത്രി എൽഫുകൾ ഉറങ്ങില്ല. ഓരോ സമ്മാനവും വീണ്ടും പരിശോധിക്കും, പേരുകൾ ഉറപ്പാക്കും, സ്ലെഡ് ലോഡ് ചെയ്യും. അവരുടെ കണ്ണുകളിൽ ഉറക്കമില്ല, ആവേശം മാത്രം. എൽഫുകൾ നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നു: വലുതാകാൻ വലിയ ശരീരം വേണ്ട, വലിയ ഹൃദയം മതി. നിശബ്ദമായി നന്മ ചെയ്യുക, അതാണ് എൽഫുകളുടെ യഥാർത്ഥ മാജിക്. സാന്ത ആകാശത്തേക്ക് പറക്കുമ്പോൾ അവന്റെ പിന്നിൽ കാണാത്ത ഒരുപാട് കൈകൾ
സന്തോഷം വിതച്ചിരിക്കും. അവരാണ് എൽഫുകൾ. ഇത്രയും കഥകൾ കേട്ടുകഴിഞ്ഞു. ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ നിന്ന് തുടങ്ങിയ കഥ. ഒരു വിശുദ്ധനായി മാറിയ മനുഷ്യൻ, യൂറോപ്പിലൂടെ പടർന്ന വിശ്വാസം, അമേരിക്കയിൽ രൂപം മാറിയ കഥാപാത്രം, റെയിൻഡിയറുകളും എൽഫുകളും നോർത്ത് പോളും. ഇവയെല്ലാം കേട്ടപ്പോൾ ഒരൊറ്റ ചോദ്യം നമ്മുടെ മനസ്സിൽ വരും: സാന്താക്ലോസ് ശരിക്കുമുണ്ട്? ചുവന്ന വസ്ത്രം ധരിച്ച് വെളുത്ത താടി വച്ച ഒരു മനുഷ്യനായി സാന്തയെ നോക്കിയാൽ ഒരു പക്ഷേ അവൻ യാഥാർത്ഥ്യമല്ല. എന്നാൽ സാന്തയെ ഒരാശയമായി നോക്കിയാൽ അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. സാന്ത എന്നത് ഒരു മനുഷ്യനല്ല, ഒരു മനോഭാവമാണ്. നിക്കോളാസ് എന്താണ് ചെയ്തത്? ആരും കാണാതെ സഹായിച്ചു. സ്വന്തം സമ്പത്ത് മറ്റുള്ളവർക്കായി നൽകി. പ്രശസ്തി തേടിയില്ല, പ്രതിഫലം പ്രതീക്ഷിച്ചില്ല. ഇവയെല്ലാം ചേർന്നതാണ് സാന്ത എന്ന ആശയം. സാന്ത കൊണ്ടുവരുന്ന സമ്മാനം എപ്പോഴും കളിപ്പാട്ടമോ വസ്ത്രമോ സ്വർണമോ ആയിരുന്നില്ല. പലപ്പോഴും ഒരു ദരിദ്രനുള്ള സഹായം, ഒരു കുട്ടിക്കുള്ള സുരക്ഷ, ഒരു കുടുംബത്തിനുള്ള പ്രതീക്ഷ. അതാണ് യഥാർത്ഥ സമ്മാനം. കുട്ടികൾ സാന്തയെ വിശ്വസിക്കുന്നു, കാരണം അവർക്ക് ലോകം നല്ലതാണെന്ന് വിശ്വസിക്കണം. അവരുടെ ആ വിശ്വാസം അവരുടെ ബാല്യത്തിന്റെ സൗന്ദര്യമാണ്. സാന്തയുടെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.